നല്ലൊരു കൈഡിയാവാൻ വിനയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ വിളിച്ചു നോക്കിയത്? എനിക്കൊന്നും എല്ലാവരും ചെറിയൊരു സർപ്രൈസോടുകൂടി എലിമെന്റിൽ ഇരിക്കുകയാണ്. വിനയ് തന്നെ ആണോ നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു ഡൗട്ടിലാണെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഫോർ ദ ലുലു ഫാഷൻ വീക്ക്. നമുക്കൊരു ഫാഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം, റൈറ്റ്? Vinay, no, don't worry, nothing complicated. Okay, so വിനയിന്റെ ഗോ ടു കോസ്റ്റ്യൂം എന്താണ്? ഞാൻ നേരത്തെ ദിവ്യയോട് ചോദിച്ച പോലെ തന്നെ ഇങ്ങനെ ചെന്ന് കൂടെ കബോർഡിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? ഞാൻ സംതിങ് ലൈക്ക് വൈറ്റ് ഷർട്ടോ വൈറ്റ് ടീ ഷർട്ട് ബ്ലൂ ജീൻസ്. എൻ്റെ ഒരു ബേസിക് മോട്ടോ തന്നെ കംഫർട്ടാണ്. ഓക്കെ, ഇനി ഇത് ഇടുമ്പോൾ വൈഫും കുട്ടി ഇത് കണ്ടിട്ട് എന്താണ് സാധാരണ പറയുക? അവർക്കൊരു അഭിപ്രായം ഉണ്ടാവില്ല ഇത് കണ്ടിട്ട് ഇത് വേണം എന്നാണോ വേണ്ട എന്നാണോ എന്താണ് അവർ സാധാരണ പറയാ? മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയാണോ ഇവിടെ പൊതുവെ ഇവിടെ നിൽക്കുന്ന ജെൻസ് എല്ലാവരും മൈൻഡ് ചെയ്യാറില്ലേ? സ്ത്രീകളായിരുന്നു നിങ്ങൾ വീട്ടില് കഴിയുന്നുണ്ട്, ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം ഇപ്പോ അവരെന്തിടുന്നു എന്നുള്ളത് ഞാൻ ഇന്റർഫിയർ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്തിടുന്നു എന്നുള്ളത് അവർ ഇന്റർഫിയർ ചെയ്യാറില്ല. ഭയങ്കര കോമഡി ഒക്കെ കഴിക്കുക അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ബേസിക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയും കോമഡി ആണ്ടോ എന്ന് പറയും, അല്ലാണ്ട് വേറെ ഇന്റർഫിയർ ചെയ്യാറില്ല. മനസ്സിലായി. വിനയ് എന്താണ് എന്നെ നോക്കിയിട്ടൊന്ന് കോമഡി ആണെങ്കിൽ എന്നെ ഓക്കെ. സോ വിനയ് എന്താണ് വാട്ട് ആർ യുവർ ന്യൂ പ്രോജക്ട്സ്? ഞാനിവിടെ ആദ്യം തന്നെ ഇവിടെ ഫാഷൻ വീക്ക് ലുലു ഫാഷൻ വീക്കിന് നന്ദി പറയുന്നു. ഇപ്പം നമ്മുടെ എൻ്റെ ഇമീഡിയറ്റ് റിലീസ് പെരുമാനി എന്നുകൊണ്ട് സിനിമയാണ്. അപ്പോൾ പെരുമാനി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഈ വരുന്ന മെയ് 10 റിലീസാണ്. അപ്പോൾ പെരുമാനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പെരുമാനിയുടെ ട്രയലും ടീസറും പാട്ടൊക്കെ കാണാം. അപ്പോൾ മെയ് 10 മഞ്ജു എന്ന നമ്മുടെ സുഹൃത്തുക്കൾ അപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ മഞ്ജു സംവിധാനം ചെയ്ത സിനിമയാണ്. സണ്ണിവേ, ഞാൻ, ലുക്മാൻ, അങ്ങനെ ഒരു ദീപ തോമസ്, ഒരു 70 ആക്ടേഴ്സ് അഭിനയിച്ച കുറച്ച് വലിയ സ്കെയിലുള്ള കുറച്ച് മാജിക്കൽ റിയലിസവും ഫണ്ണൊക്കെയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള സിനിമകൾ. യെസ്, ഞാൻ കണ്ടിരുന്നു. ആൻഡ് യുവർ ലുക്ക് ഓൾസോ ഇസ് വെരി ഡിഫറെന്റ്. എനിക്ക് പണ്ട് ഏതോ ഒരു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ജഗതിയുടെ ഒരു സിനിമയിൽ അത്തരം ഒരു മീശ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ആ സിനിമയിലെ ലുക്കാണത്. അപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, അപ്പോൾ ഞാൻ ഈ ബോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റിന് പോവുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര കോമഡി രൂപമാണ്. അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരം ഞാനൊരു റെഡ് ടീഷർട്ട് എടുത്തിട്ടു. ഞാൻ അങ്ങനെ ഭയങ്കര സെലക്ട് ഒന്നും ചെയ്യില്ല, എനിക്ക് കിട്ടിയ റെഡ് ടീഷർട്ട് എടുത്തിട്ടു. ഞാനീ പറയുന്നത് ഇങ്ങനെ മീശയമാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നാസെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇത് കോമഡി ആണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വലിയ സയന്റിസ്റ്റ് ആണ്ട, നീ നിന്റെ കാര്യം നോക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് ഞാൻ ഭയങ്കര വൈറലായി. തിരികെ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായി എന്നുള്ളത്. അത് ഞാൻ ഓർക്കണം. റൈറ്റ്.